കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിൽ ബി.ജെ.പി. എൽ.ഡി.എഫ് പ്രകടനങ്ങൾ യു.ഡി.എഫ് പ്രവർത്തകർ തടഞ്ഞതായി പരാതി. എൽ.ഡി.എഫ്, യു.ഡി.എഫ്, ബി.ജെ.പി. പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. സാരംഗ്, അതായത് യു.ഡി.എഫ്, ബി.ജെ.പിയുടെയും എൽ.ഡി.എഫിന്റെയും പ്രകടനം തടഞ്ഞു എന്നുള്ളതാണോ പരാതി? പിന്നീട് എങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത്? ഇപ്പോൾ അതിന്റെ ബാക്കിയുണ്ടോ അവിടെ? അക്ഷയ, നിലവിൽ യു.ഡി.എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് എന്നത്. അവിടെ യു.ഡി.എഫിന്റെ ഏറെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. പ്രധാനമായും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. അതോടൊപ്പം തന്നെ CPM-നും LDF-നും സ്വാധീനമുള്ള മേഖലകളുണ്ട്. അത്തരത്തിൽ 3 ശക്തി കേന്ദ്രങ്ങളിൽ നിന്നായി 3 മുന്നണികൾ നടത്തിയ പ്രകടനങ്ങൾ അവസാനം തൃക്കരിപ്പൂർ ടൗണിൽ സമാപിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകർ ചേർന്നാണ് ഇത്തരത്തിൽ NDA-യുടെയും LDF-ന്റെയും പ്രകടനങ്ങൾ തടഞ്ഞത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ LDF-ന്റെ പ്രചരണ വാഹനം തടഞ്ഞു നിർത്തി അതിൽ ലീഗിന്റെ കൊടി കെട്ടാനും ശ്രമങ്ങൾ ഉണ്ടായി. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് വലിയ സംഘർഷത്തിലേക്കൊന്നും തന്നെ കാര്യമായി പോകാതിരുന്നത്. എന്നാൽ സംഘർഷം ഉന്തും തള്ളും ഏറെ നേരം നീണ്ടു നിന്നതിനാൽ തന്നെ വലിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് പോലീസിന്റെ വലിയ ഒരു സംഘം എത്തിയാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കി ആ പ്രദേശം പൂർവ്വസ്ഥിതിയിലേക്കാക്കി മാറ്റിയത്. അക്ഷയ, ശരി. കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളാണ് സാരംഗ് നൽകിയത്. യു.ഡി.എഫ് പ്രവർത്തകരെത്തി ബി.ജെ.പിയുടെ LDF-യുടെ പ്രകടനങ്ങൾ തടഞ്ഞു എന്നുള്ള പരാതിയാണ് തൃക്കരിപ്പൂരിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്.